ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. പെട്ടെന്ന് വായിക്കേ. നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാരിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സില് കിളിയോടൊപ്പം ഒളിച്ചോടി പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട്. അയ്യോ, നീ അവന്റെ കൂടെ തന്നെ വേണോട്ടോ, അല്ലെങ്കിൽ ചെറുക്കമ്മല കടുങ്ങയും കാണിക്കും. പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യണല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ള ഒരു കൊച്ചായിരുന്നു. പുള്ളിക്കാരിൻ്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. വണ്ടി ഞങ്ങൾ എടുക്കുക. അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പിള്ളേരൊക്കെ എങ്ങനെയാ ജീവനുള്ള സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും. എന്നിട്ട് അവരൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പമാരെ കാണുമ്പോൾ അവരുടെ പുറകെ പോക്കോളും. നിങ്ങൾ ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. അത് കഴിയുമ്പോ ഞാൻ എന്റെ തനി സ്വഭാവം കാണിക്കും. അപ്പൊ അവൻ എന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെടും. അപ്പോ പിന്നെ നല്ലൊരു പൈസ സെറ്റിൽമെന്റ് ആവശ്യപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോയി നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കുക. അതായിരുന്നു എന്റെ സ്വപ്നം. പുള്ളിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ, അതും വെറും ഒരു കച്ചറ ഒരുത്തൻ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? നിനക്ക് ഈ കാട്ടുവാക്കാനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലോടി. അവന് സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര തൽപരകക്ഷിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാം. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. ഇനിയിപ്പോൾ അവള് കടന്ന് ഓരോ ഇല്ലാത്ത ന്യായങ്ങളും കള്ളങ്ങളും ഒക്കെ പറയുമായിരിക്കും. അഖിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അഖിലിന് പരസ്ത്രീ ബന്ധം ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. അതൊക്കെ അവളുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന കുറെ മൈരന്മാരുണ്ട്. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും.